ഹലോ ഗൈസ്, എന്റെ കിട്ടിയിരിക്കുകയാണ് നത്തിങ് ഫോൺ 3A Pro. യെസ്, നിങ്ങൾക്ക് കാണാം ബ്ലാക്ക് കളർ ഫോണാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ബൈ ദ വേ ഗൈസ്, എനിക്ക് നത്തിങ് അയച്ചു തന്ന ഫോണുമല്ല, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച ഫോണുമല്ല, എന്റെ ഫ്രണ്ട് വാങ്ങിച്ചതിന് 2 ദിവസത്തേക്ക് റിവ്യൂ ചെയ്യാനായിട്ട് നീ പൊക്കിയതാണ്. ആൻഡ് യു ഗൈസ് ക്യാൻ സീ ഹിയർ ഇസ് ദി ഫോൺ. അപ്പോൾ ഇതാണ് ഫോൺ, ബ്ലാക്ക് കളറാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ആ ഒരു ക്യാമറ ബമ്പ് ഇവിടെ ഉണ്ട്, വലിയൊരു ബമ്പ് തന്നെ ഉണ്ട്, ബിക്കോസ് ഓഫ് 3x പെരിസ്കോപ്പ്. ആൻഡ് ഇതിന് തന്നെ ഒരു സിൽവർ കളർ കൂടെ ഉണ്ട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ആ സിൽവർ കളർ ഇഷ്ടപ്പെട്ടായിരുന്നു. നിങ്ങൾക്ക് കാണാം നമ്മുടെ നത്തിങ് ആസ് യൂഷ്വൽ പിടിക്കുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്പെറന്റ് രീതി. ആക്ച്വലി ട്രാൻസ്പെറന്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോണിനകത്തുള്ള സംഭവം എല്ലാം കാണാം. പക്ഷെ ഇതല്ല, നത്തിങ്ങിന്റെ രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു ബാക്ക്ഗ്രൗണ്ട് സംഭവം ഇങ്ങനെ വഴിക്ക് പേടിച്ചിരിക്കുകയാണ്. ബാക്കും ഗ്ലാസ് ആണ്, ഫ്രണ്ട് ഗ്ലാസ് ആണ്, നമുക്കറിയാം. പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. ഫ്രണ്ട് ഗ്ലാസ് വരുന്നത് പാൻഡ ഗ്ലാസ് ആണ്, ഗൊറില്ല ഗ്ലാസ് അല്ല. നിങ്ങൾക്ക് കാണുന്നുള്ളത് പോലെ തന്നെ നല്ല അതിഗംഭീരമായിട്ടൊരു ഡിസ്പ്ലേ നമുക്ക് വരുന്നുണ്ട്. HDR 10+ സപ്പോർട്ട് വരുന്ന 120Hz LTPO സപ്പോർട്ട് ഇല്ല. LTPO എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 0 to 120Hz വേരിയിങ് റിഫ്രഷ് റേറ്റ് കിട്ടും, അതില്ല. പക്ഷെ PWM ഡിമ്മിങ് ഉണ്ട്. അത് ഇപ്പോഴത്തെ മറ്റേ ഹൈ എൻഡ് ആപ്പിളിലെ സാംസങ്ങിലും പോലും ഇല്ല, അത് ഇതിലുണ്ട്. നിങ്ങൾക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് കാണാം. വളരെ പെട്ടെന്നാണ് കയറുന്നത് അല്ലേ. പൊസിഷൻ കുറച്ച് താഴെയാണ് വരുന്നത്, പക്ഷെ പെട്ടെന്ന് കയറുന്നുണ്ട്. ഫേസ് അൺലോക്ക് മറ്റേ ക്യാമറ വെച്ചിട്ടുള്ള പരിപാടിയാണ് വരുന്നത്. ആൻഡ് നത്തിങ്ങിന്റെ OS ആണ്. നത്തിങ് OS 3.2 ആണ് ഇതിൽ വരുന്നത്. ആൻഡ്രോയിഡ് 15 നിങ്ങൾക്ക് കാണാം. നല്ല സ്മൂത്ത് സോഫ്റ്റ്വെയർ ആണ്. നത്തിങ്ങിന്റെ സോഫ്റ്റ്വെയർ അടിപൊളി തന്നെയാണ്, ഒന്നും പറയാനില്ല. OnePlusന്റെ സോഫ്റ്റ്വെയർ പോലെയൊക്കെ തന്നെ നല്ല ഒഴുകിയാണ് വരുന്നത്. നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മളെ OnePlusന്റെ ഫോണുകളിൽ കിട്ടുന്ന തരത്തിലുള്ള ഒരു ഓക്സിജൻ OSന്റെ ഒക്കെ ഒരു ഫീല് നമുക്ക് ഇതിന് എവിടെയൊക്കെ കിട്ടുന്നുണ്ട്. മറ്റേ മോണോക്രോം പരിപാടി തന്നെയാണ്. നമുക്ക് ഇതിനകത്ത് മാറ്റിയിടാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഐക്കൺ ബാക്ക് നമ്മളെ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും കൊണ്ടിടാം. ബ്ലോഡ് വെയർ ആഡ്സും കാര്യങ്ങളും ഒന്നും വരില്ല. അവരുടേതായിട്ട് തന്നെ കിട്ടുന്ന വിഡ്ജറ്റ്സ് ഉണ്ട്, അവരുടേതായിട്ട് തന്നെ കിട്ടുന്ന വാൾപേപ്പേഴ്സ് ഉണ്ട്. അതാണ് സോഫ്റ്റ്വെയറിന്റെ കാര്യം പറയാനായിട്ട്. 3 വർഷത്തെ മേജർ അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടും. ഇതിനകത്ത് ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൺ 7 Gen 3 ആണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കാര്യങ്ങൾ ഓടും, വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് തോന്നിയത് UFS 2.2 ആ സംഭവം നമുക്ക് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഫോട്ടോ എടുത്തിട്ട്, പ്രത്യേകിച്ച് ഇതിനകത്ത് 3x പെരിസ്കോപ്പ് ലെൻസ് ഒക്കെ വരുന്നുണ്ട്. സോ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അത് പ്രോസസ് ആവാനായിട്ട് എടുക്കുന്ന ഒരു സമയമുണ്ട്. ആ പ്രോസസ് ആവാൻ എടുക്കുന്ന സമയം നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇതിൽ കൂടുതലാണ്, ബിക്കോസ് ഓഫ് UFS 2.2. ആ ഒരു കൂടുതൽ ടൈം പോകെ നമ്മളുടെ യൂസേജിൽ വീണ്ടും കൂടും ടൈം, പ്രോസസിങ് ടൈം. മനസ്സിലായോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് കണ്ടു. ഇനി വേണമെങ്കിൽ പറയാൻ വയ്യടെ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചുതരാം. UFSന്റെ ലാഗ് കണ്ട, ആ ലാഗ് വന്ന കണ്ട, ആ ഫോട്ടോ പിന്നെ ക്യാപ്ചർ ആയില്ല. അതാണ് UFS 2.2ന്റെ ഒരു വലിയ പ്രശ്നം. എന്നാൽ ഞാൻ കാണിച്ചുതരാം OnePlus 12R UFS 4 ഇരിക്കുന്ന ഫോണിലെ ക്യാപ്ചറിംഗ് സ്പീഡ്. ഗൈസ്, അത് കണ്ട, ഒന്നുകൂടെ നോക്കുകയാണ്. ഞാൻ ആദ്യം എടുത്ത് 15 വന്നു. ഷട്ടർ ലാക്കാണ് ഗൈസ്, അത് 2 ഷട്ടർ ലാക്കാണ്. ഐഫോണിൽ നോക്കട്ടെ, പഴയ ഐഫോണാണ് ഇത്. അതിലില്ല ഗൈസ്. അതാണ് ഷട്ടർ ലാഗ് എന്ന് പറയുന്ന സാധനം ഐഫോണിൽ ഇല്ല എന്ന് പറയുന്നത്. ഷട്ടർ ലാഗ് സംഭവം ഇതിനകത്ത് വരുന്നുണ്ട്. ബട്ട് UFSന്റെ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു മറ്റേ പ്രോസസ്സിംഗ് സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് പിന്നെ ഇനി എന്താണ് അറിയേണ്ടത്? ഫോണിനകത്ത് നമുക്ക് പെട്ടിക്ക് ചാർജറും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതാണ് പെട്ടി. നമുക്ക് ചാർജർ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങണം. കേബിൾ മാത്രം അതിനകത്ത് കിട്ടും. പിന്നെ കേസ് ഒന്നും ഇല്ലടേ, കേസ് ഒക്കെ വേറെ വാങ്ങിച്ചിട്ടത്. നത്തിങ് ഭയങ്കരമായിട്ട് എടുത്ത് പൊക്കി അടിക്കുന്ന സാധനമാണ് എസെൻഷ്യൽ സ്പേസ്. എക്സാമ്പിൾ, സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ഷോപ്പിംഗ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ പറ്റി നമുക്ക് പിന്നീട് റിമൈൻഡ് ചെയ്യണം എന്നുള്ള സംഭവമൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എടുത്തിട്ട് ആ നോട്ട് ആഡ് ചെയ്തിട്ട്
നമുക്ക് എടുക്കാൻ സാധിക്കും. അതായത് ഒരു AI ഉപയോഗിച്ചുള്ള ഒരു പരിപാടിയാണ്. നമുക്ക് റിമൈൻഡ് ചെയ്യണം എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിമൈൻഡ് ചെയ്യും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുള്ള AI ഫീച്ചറാണ് എസെൻഷ്യൽ സ്പേസ്. നിങ്ങൾക്ക് അറിയാന്നുള്ളത് പോലെ തന്നെ അതിനകത്ത് മറ്റേ സർക്കിൾ ടു സെർച്ച്, പിന്നെ AI വെച്ച് ആൾക്കാർ റേസ് ചെയ്യുന്നത്, ക്ലാരിറ്റി കൂട്ടുന്നത്, മറ്റേ ബ്ലർ മാറ്റുന്നത്, അങ്ങനത്തെ എല്ലാ പരിപാടികളും ഇതിനകത്തുണ്ട്. രമേശിന്റെ ബാറ്ററിയാണ് ഇതിനകത്ത് പറഞ്ഞത്. അതുപോലെ വന്നിട്ട് 50 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഇതിനകത്ത് സപ്പോർട്ട് ആവും. അത് ഒരു 50 വാട്ട് ഇപ്പൊ ഒരു ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയാൻ പറ്റുമോ എന്ന് നമുക്കറിയത്തില്ല. കാരണം ആപ്പിളും സാംസങ്ങും ഒക്കെ 18-25 ഒക്കെ ഫാസ്റ്റ് ചാർജിങ് എന്നെടുത്ത് മറ്റേ മറിക്കണമെങ്കിൽ ഇത് 50 ഫാസ്റ്റ് ചാർജിങ് തന്നെയാണ്. പിന്നെ വയർലെസ് ചാർജിങ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നമ്മളൊരു ഡേ ടു ഡേ ലൈഫിലൊക്കെ ഒരു 2 ദിവസമൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ബാറ്ററിയുടെ കാര്യം വന്ന് 6.77 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ഒന്നും അല്ല, കോർ കർവ്ഡ് അല്ല. അത്യാവശ്യം ചെറിയ രീതിയിൽ ബസൽസും കാര്യങ്ങളൊക്കെ ഒരു യൂണിഫോം പൊസിഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അവര്. ഈ പിടിക്കുമ്പോൾ ഇൻ ഹാൻഡ് ഫീൽ എന്ന് പറയുന്നത് ഒരു ബോക്സി ഡിസൈൻ ആണ്. ക്യാമറ സംഭവമുള്ളത് കൊണ്ട് തന്നെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊന്തിയിരിക്കും. ആൻഡ് ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ളത് പോലെ തന്നെ ലൈറ്റ് കത്തും. എന്നാലും ഇനി ഒരു ഫോൺ റിവ്യൂ ചെയ്യാൻ പറഞ്ഞുണ്ട്. അതിനകത്ത് ലൈറ്റ് കത്തും കേട്ടാ, വിവോയുടെ. അതിനകത്ത് ഒറ്റ കളർ ലൈറ്റ് അല്ല, 3 കളർ ലൈറ്റ്. അതിനെപ്പറ്റി ഞാൻ പറയാം. അപ്പോൾ അങ്ങനെയാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തും. നമുക്ക് കോൾ വിളിക്കുമ്പോൾ ലൈറ്റ് കത്തും, മെസ്സേജ് വരുമ്പോൾ ലൈറ്റ് കത്തും, മറ്റേ സ്വിഗ്ഗി വരുമ്പോൾ ലൈറ്റ് കത്തും, ചാർജിനിടുമ്പോൾ ലൈറ്റ് കത്തും, വോളിയം കൂട്ടിയാൽ ലൈറ്റ് കത്തും, വോളിയം കുറച്ച് ലൈറ്റ് കത്തും, വീണ്ടും കത്തും, എല്ലാം കത്തും, മൊത്തത്തിൽ കത്തൂല. ദിസ് ഈസ് ദി ലാസ്റ്റ് ഫോൺ വിത്ത് ഗ്ലിഫ് ഇന്റർഫേസ്. നത്തിങ്ങിന്റെ സൈഡിൽ നിന്ന് ഗ്ലിഫ് ഇന്റർഫേസ് വെച്ച് വരുന്ന ലാസ്റ്റ് ഫോണാണ്. അൺഫോർച്ചുനേറ്റ്ലി ദേ കിൽഡ് ഗ്ലിഫ് ഇന്റർഫേസ്. ഇപ്പൊ മറ്റേ ഇനി വരുന്നത് ഗ്ലിഫ് മെട്രിക്സ് ആണ്. അത് 3യുടെ ഗ്യാസ് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഇപ്പൊ പ്രൈസ് പറഞ്ഞ 56,000 രൂപയ്ക്ക് വന്നിട്ടുണ്ട്. ഒരു 40-42 രൂപയൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ഫോൺ നമുക്ക് സജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ആൻഡ് യെസ്, നമുക്കിപ്പം ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇതിപ്പോ 30,000 ആണ്. ആ ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ നല്ല കിടിലൻ ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എടുക്കാൻ പറ്റുന്ന ഫോൺ തന്നെയാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഫോൺ യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പം ഈ ഒരു ഫോൺ ഇറങ്ങിയതിന് ശേഷം ഇത്രയും നാളിലുള്ള ഒരു യൂസിലാണ് ഞാൻ ഈ പറയുന്നത്. ആൻഡ് ഇപ്പൊ ഏകദേശം ഒരു 4-3 വീക്സ് ആയിട്ട് ഈ ഒരു ഫോൺ യൂസിങ്ങിലാണ്. നിങ്ങൾക്ക് കിട്ടില്ല ഒരു ക്യാമറ വേണമെന്നുണ്ട്, നിങ്ങൾക്ക് നല്ല രീതിയിൽ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കണം. ആൻഡ് ഇതിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ നല്ല കുറെ ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടാ. നമുക്കിവിടെ ഇതിനകത്ത് വരുന്ന പ്രീസെറ്റ്സ് ആഡ് ചെയ്തിട്ട് ആ പ്രീസെറ്റ്സ് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്കിനി വേറെ പ്രീസെറ്റ്സുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. നമ്മുടെ ഫ്യൂജി ഫിലിം ക്യാമറയിലൊക്കെ ഉള്ള ഒരു സംഭവമാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള ഫിൽറ്റേഴ്സ് നല്ല രീതിയിലൊക്കെ എടുക്കാൻ സാധിക്കും. ആ ഒരു ഫീലൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് തന്നെ വീഡിയോ എടുക്കാനായിട്ടാണെങ്കിൽ തന്നെ ബാക്ക് ക്യാമറ ഉപയോഗിച്ച് നിങ്ങൾക്ക് 4K 30 FPS വരെ ഉള്ള വീഡിയോ ആണ് എടുക്കാൻ സാധിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് 60 FPS കൊടുക്കായിരുന്നു, എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് നിങ്ങൾക്ക് 1080p 60 FPS വരെയുള്ള വീഡിയോ എടുക്കാൻ സാധിക്കത്തുള്ളൂ. ക്യാമറ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് മെയിൻ ക്യാമറ 50 MB, ടെലിഫോട്ടോ 50, അതുപോലെ വന്നിട്ട് അൾട്രാ വൈഡ് 8 MB ആണ്. അത് എന്താ വെച്ചാൽ ഫ്രണ്ട് ക്യാമറയും 50 MB സപ്പോർട്ട് 50 MB ആണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച് 30,000 രൂപ എന്ന് പറഞ്ഞ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെടുക്കാം. നല്ല പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ IQ എടുക്കുക. നല്ല സോഫ്റ്റ്വെയർ വേണമെന്നുണ്ടെങ്കിൽ ഇത് എടുക്കുക. IQന്റെ സോഫ്റ്റ്വെയർ അത്യാവശ്യം നൈസ് തന്നെയാണ്, കുഴപ്പമില്ല. സോ അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നത്തിങ്, IQ, പിന്നെ ഏത് ഫോണുണ്ട്? മോട്ടറോള ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല, കാരണം സർവീസസ് സ്റ്റോക്കാണ്. സാംസങ് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. ഇനി മുതൽ അങ്ങോട്ട് എന്റെ ചാനലില് സാംസങ്ങിന്റെ ഫോണാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതല്ല. എന്ന് അവരെ ആ ഒരു സർവീസും അവരെ ക്വാളിറ്റി ഒക്കെ ഫിക്സ് ആവും, അന്ന് വേണമെങ്കിൽ നോക്കാം. അല്ലാണ്ട് ഇനി മുതൽ എന്റെ അടുത്ത് ആര് ചോദിച്ചാലും, എന്റെ അടുത്ത് ഇനി ആരെങ്കിലും വന്ന് സാംസങ്ങിന്റെ S സീരീസ് പോലും എടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുക്ക് എന്ന് പറയത്തില്ല. കാരണം S23 എന്ന് പറഞ്ഞ ഫോൺ, നല്ല ഫോൺ, ഞാൻ എടുക്കാൻ പറഞ്ഞ് എടുത്തവരൊക്കെ അവസാനം ഇപ്പൊ വിൽക്കേണ്ടി വന്നു. അങ്ങനത്തെ അവസ്ഥയാണ്, ഗ്രീൻ ലൈൻ വന്നു. സോ അതുകൊണ്ട് ഞാൻ സാംസങ് ഫോൺസ് എടുക്കുന്നത് പറയുന്നത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി എന്റെ ചാനലിൽ സാംസങ്ങിന്റെ ഫോൺസ് റിവ്യൂ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇൻകേസ് കിട്ടുകയാണെങ്കിൽ എനിക്ക് റിവ്യൂ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. എങ്കിലും എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കുറെ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ വിഷയത്തിന് തെന്നി മാറുന്നു. സോ അപ്പൊ അതാണ് എനിക്ക് നത്തിങ്ങിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇൻകേസ് നമുക്ക് ഗ്ലിഫ് കമ്പോസർ ഉണ്ട്, നമുക്ക് റിംഗ് ടോൺസും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ അതിനകത്ത്, അതായത് പാട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ, സൗണ്ട് ഒക്കെ മറ്റേ മ്യൂസിക് ആയിട്ട് നല്ല പരിചയമുള്ളവരൊക്കെ ആണെങ്കിൽ മറ്റേ
മ്യൂസിക് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് റിംഗ് ടോൺ ആക്കി ഇടാം. അല്ലാത്ത പക്ഷെ നമ്മളൊക്കെ വെച്ച് തട്ടിക്കഴിഞ്ഞാൽ മറ്റേ താ എന്നൊക്കെ പറഞ്ഞിരിക്കും. അപ്പൊ അതുകൊണ്ട് അറിയാന്നുള്ളവൻ കയറി കളിക്കാൻ നിൽക്കുക അതിനകത്ത്. പിന്നെ എന്താണ് പറയാനായിട്ടുള്ളത്, ഫുൾ ഗ്ലിഫിനാണ്. USB 2.0 ആണ് വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ഡ്യുവൽ സിം സപ്പോർട്ടാണ് വരുന്നത്. സ്റ്റീരിയോ സ്പീക്കറിന്റെ സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം ഗൈസ്. സൗണ്ട് ആയിട്ടല്ല ഞാൻ കേട്ടില്ലെന്ന് പറയല്. അപ്പൊ അതാണ് അതിന്റെ സൗണ്ട് ക്വാളിറ്റി. ആൻഡ് ബൈ ദ വേ ഗൈസ്, നമുക്ക് നത്തിങ് ഫോൺ 3A ഉപയോഗിച്ച് BGMI സ്മൂത്ത് 90 FPS വരെയുള്ള സപ്പോർട്ട് ഉണ്ട്. പക്ഷേ നമുക്ക് പ്രൊസസ്സർ ആക്ച്വലി 120 FPS കേപ്പബിൾ ആയിട്ടുള്ളതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതിനകത്ത് 90 FPS വരെ സപ്പോർട്ടുള്ളൂ. ആൻഡ് രണ്ടാമത്തെ കാര്യം, സ്നാപ്ഡ്രാഗണിന്റെ ചിപ്സെറ്റ് ആയതുകൊണ്ട് ഗെയിമിംഗ് അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് നടക്കും. അതിന്റെ കാര്യത്തിൽ വേറെ ഡൗട്ടൊന്നുമില്ല, ഹീറ്റിംഗ് ഒന്നുമില്ല. ഏതൊരു ഫോണും സാധാരണ ഗെയിം കളിക്കുമ്പോൾ വാമാവുന്ന പോലെ തന്നെ ചെറിയ രീതിയിൽ വാമാവും. സോ അതിന്റെ കാര്യത്തിലൊന്നും നത്തിങ് ഫോൺ 3A പ്രോയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഇതുപോലൊരു ഇടയ്ക്ക് ക്ലിപ്പ് എടുത്ത് വരുന്നത്. സോ അതാണ് ഈ നത്തിങ് ഫോൺ 3A പ്രോയിനെ പറ്റി പറയാനായിട്ടുള്ളത്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മിസ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കമന്റിൽ ഇട്ടേക്കും, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. ONR ഇതിനകത്ത് 5G+ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ചില സമയത്ത് 5G++ വരുന്നുണ്ട് കേട്ടാ. ബാറ്ററി ലൈഫ് ഒക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. അപ്പൊ അതാണ് നത്തിങ് ഫോൺ 3A പ്രോയെ പറ്റി എനിക്ക് പറയാനായിട്ടുള്ളത്. സോ നിങ്ങൾ ഈ ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾ ഈ ഫോൺ യൂസ് ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്തേക്ക്. മനസ്സിലാക്കാൻ ഈ ഫോൺ എങ്ങനെയുണ്ട് കുറച്ചുകൂടെ എന്ന്. ആഫ്റ്റർ ഒരു ലോങ് യൂസിൽ നമുക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ. ഇത് ലാഗ് ആവുമോ, സ്റ്റക്ക് ആവുമോ, സ്ലോ ആവുമോ, എന്തെല്ലാം. ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഷബരീസിന്റെ പേജ് ഫോളോ ചെയ്തേ പറ്റും. സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.